എ ഫ്രെയിം അല്ല, ഡബിൾ എ ഫ്രെയിം ആണ്. രണ്ട് എ ഫ്രെയിമുകൾ ഒരുപോലെ മനോഹരമാക്കിയിട്ട് കണക്ട് ചെയ്ത് നിർമ്മിച്ച ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സാധാരണ ചുമരുകൾക്ക് അപ്പുറം ഫുള്ള് വുഡ്, തേക്കോ വീട്ടിയോ മഹാഗണിയോ ഒന്നുമല്ല, ഇത് ചീനിയാണ്. ഇതൊരു അത്ഭുതം തന്നെയാണെന്ന് പറയണം. സിമെന്റോട് അതിന്റെ മുകളിൽ ഗമ്മിൽ ടൈല് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല വെയിറ്റിന്റെ കുറവ് വരും. പിന്നെ ഈ ഒരു സൗണ്ടും കിട്ടും. നമ്മൾ എ ഫ്രെയിം ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്ക് ആകെ ഡാമേജ് ആയി ഒരു താമസിക്കാൻ കൊള്ളാത്തൊരു അവസ്ഥ വരും. ഹലോ ഫ്രണ്ട്സ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള വീട് ആശയങ്ങൾ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എ ഫ്രെയിം സ്ട്രക്ചറിൽ ഒരു വീട് പണിയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു വീട് പണിത് കഴിഞ്ഞാൽ എത്ര കാലം അത് നിലനിൽക്കും, അതുപോലെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. എ ഫ്രെയിം കൊണ്ട് വീട് അനുയോജ്യമാണോ എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. എ ഫ്രെയിമിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മനോഹരമായിട്ട് നിർമ്മിച്ച ഒരു സ്ട്രക്ചറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഒരു ഐഡിയയിലൂടെ നിങ്ങൾക്ക് ഏത് രീതിയിൽ എ ഫ്രെയിം ചെയ്യാം, അത് എന്തൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. എന്നാൽ ഇത് എ ഫ്രെയിം അല്ല, ഡബിൾ എ ഫ്രെയിം ആണ്. രണ്ട് എ ഫ്രെയിമുകൾ ഒരുപോലെ മനോഹരമാക്കിയിട്ട് കണക്ട് ചെയ്ത് നിർമ്മിച്ച ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വീടുപണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. എ ഫ്രെയിം സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ബിൽഡ് ചെയ്യുമെന്ന് ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം. നമ്മൾ അതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് പരിചയപ്പെടുത്തിയതാണ്. മെറ്റൽ സ്ട്രക്ചറിൽ ഐ ബീം വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഐ ബീം അല്ലാതെ വലിയ സ്ക്വയർ ട്യൂബുകൾ വെച്ചിട്ടും ആളുകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഐ ബീം യൂസ് ചെയ്തിട്ട് അത് കോൺക്രീറ്റ് ലെഗ് അല്ലെങ്കിൽ കോൺക്രീറ്റ് നല്ല കോളം ഫൂട്ടിങ് ചെയ്തിട്ട് തന്നെ പണിത് ഉയർത്തണം. എന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്താൽ പോരാ, നല്ലൊരു ആർക്കിടെക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെ സപ്പോർട്ടോട് കൂടി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വെയിറ്റ് എത്രത്തോളം താങ്ങുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കി പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കോട്ടേജ് ഡബിൾ എ ഫ്രെയിം ആണെന്ന് പറഞ്ഞു. ഇവിടെ കാണുന്ന ഈ ഒരു എ ഫ്രെയിമോ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു എ ഫ്രെയിമോ രണ്ടും അത്യാവശ്യം ഹൈറ്റിലാണ്. അതേപോലെ തന്നെ ഇത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്രിഡ്ജ് കാണാം, ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് എ ഫ്രെയിമുകൾ, അതായത് ഈ ഒരു തിക്നെസ്സുള്ള ഒരു എ ഫ്രെയിം ഇവിടെയും ഇത് തമ്മിലുള്ള കണക്ഷൻ പൂർണ്ണമായിട്ടും മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ഫ്ലോറിങ് കണ്ടില്ലേ, നമുക്ക് ഫ്ലോറിൽ നിന്ന് വരികയാണെങ്കിൽ ആദ്യം ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് മെറ്റലാണെന്ന് പറഞ്ഞു. ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് വുഡൻ സ്ട്രിപ്പുള്ള ടൈലുകളാണ് കേട്ടോ. ഇതിന് താഴെ വരുന്നത് സാധാരണ നമ്മളെ സിമെൻറ്റ് ബോർഡുകൾ അല്ലെങ്കിൽ വി ബോർഡൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അത് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. പലരും മെറ്റലിലാണ് കൂടുതൽ സ്ട്രെങ്ത്തിന് ചെയ്യാറുള്ളത്. അതിന് മേലെ കോൺക്രീറ്റും കൂടെ കൊടുത്താലേ ആ ഒരു ബലം കിട്ടുകയുള്ളൂ. ഇതിൻ്റെ സ്ട്രക്ചർ, അതായത് എ ഫ്രെയിമിൻ്റെ സ്ട്രക്ചർ മെറ്റലാണ്. എന്നാൽ അഡീഷണൽ വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിലേക്കൊരു അഡീഷണൽ പൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 2-3 ഇഞ്ചിൽ വരുന്ന പൈപ്പാണ്. ഇത് നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുത്ത് അല്ലെങ്കിൽ റസ്റ്റ് പ്രൂഫ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെയൊക്കെ ഓടുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഓട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിയാണ്. സാധാരണ റൂഫിങ്ങിൽ ഓട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇവിടുത്തെ ഒരു കോംപ്ലിക്കേഷൻ, ഇത് വളരെ അധികം എന്താ പറയുക, നമ്മൾ 45-ലല്ല കൊടുത്തിരിക്കുന്നത്, ഒരു അറൗണ്ട് 50-60 റേഞ്ചിലേക്ക് ഇത് പോയിട്ടുണ്ട്. 60-ലധികം, എനിക്ക് തോന്നുന്നു ഒരു 80 തന്നെ ഉണ്ട്. അപ്പോൾ അത്രയും ആംഗിളിൽ വരുമ്പോൾ ഈ ക്ലാഡിങ് അല്ലെങ്കിൽ ഈ ഓടുകൾ ഇവിടെ നിൽക്കില്ല, ഈ റൂഫ് ടൈൽ ഇവിടെ നിൽക്കില്ല. അപ്പോൾ അതിനെ സ്ക്രൂ ചെയ്തിട്ടാണ് ഇതിലേക്ക് പിടിപ്പിച്ചിരിക്കുന്നത്. ഉള്ളിൽ സാധാരണ നൈൽ ചെയ്തിട്ടുണ്ട്. ആ നൈലിന് ജസ്റ്റ് ഉള്ളിലുള്ള മെറ്റലായിട്ട് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വരിക, എല്ലാവർക്കും അറിയാം, ഇതിനകത്ത് വരുന്നത് ടീ ആണ്. ടീ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് റൂഫിൻ്റെ ഉള്ളിൽ വരുന്ന റൂഫ് ടൈൽ ഭംഗിയായിട്ട് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്രയും ആംഗിൾ വരുമ്പോൾ ഒരിക്കലും റൂഫ് ടൈൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഗമ്മും കൂടെ കൊടുത്തിട്ടാണ് ഇത് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. രണ്ട് കാര്യമുണ്ട്. ഇതുപോലുള്ളൊരു കോട്ടേജൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളൊക്കെ വരും. കുട്ടികളൊക്കെ വന്ന് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ട് വീണ് പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് ശ്രദ്ധിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് വി ബോർഡിലൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മളൊരു വീട് അല്ലെങ്കിൽ ഒരു കോട്ടേജ് ഉണ്ടാക്കുമ്പോൾ അതിൽ മാക്സിമം ചൂട് കുറക്കുക അല്ലെങ്കിൽ നല്ലൊരു ഡ്യൂറബിലിറ്റി ഒക്കെ കിട്ടുക എന്നുള്ളതാണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന എ ഫ്രെയിമിൽ അകത്ത് ഇതുപോലെ
സീലിംഗ് ടൈലുകൾ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് ടെറാക്കോട്ട കൊണ്ടുള്ള. ഈ ഒരു ഡക്റ്റിൻ്റെ ഈ ഒരു പോർഷനുകളിലെ ഒരു മരത്തിനെ നിലനിർത്തിയിരിക്കുകയാണ്. താഴ്ന്നു വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് നമുക്കൊരു വ്യൂ വൈബൊക്കെ കിട്ടുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ സാധാരണ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു മരം കിട്ടണമെങ്കിൽ അത് മേലെ ആയിരിക്കും അതിൻ്റെ വ്യൂ ഒക്കെ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇവിടെ ഇല്ല. അത് നല്ല രീതിയിൽ ഇവിടെ കട്ട് ചെയ്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ട്രക്ചർ ഇതുപോലെ ഡക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷനാണ് പലപ്പോഴും നമ്മൾ എ ഫ്രെയിമൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്ക് ആകെ ഡാമേജായി ഒരു താമസിക്കാൻ കൊള്ളാത്തൊരു അവസ്ഥ വരും. അങ്ങനെ വരുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഒരു കാലാവസ്ഥയിലുള്ള പ്രശ്നങ്ങളാണ്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം അകത്തേക്ക് പോവുക എന്നുള്ളത് ഒരു കോംപ്ലിക്കേഷനാണ്. ഇവിടെ അതിന് വേണ്ടി സോൾവ് ചെയ്ത 2 കാര്യങ്ങൾ കാണാം. ഒന്ന്, ഈ ഒരു ഡക്റ്റിൻ്റെ ഈ ഒരു പോർഷനിൽ ഇവിടെ വരുന്ന മഴവെള്ളം ഇതിലൂടെ ഇറങ്ങി താഴേക്ക് പോകും എന്നുള്ളതാണ്. ഇനി ഇങ്ങോട്ട് മാക്സിമം ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ കാണാം ഹൈറ്റിൽ ഒരു 10 സെൻറ്റിമീറ്റർ കനത്തിൽ കൊടുത്തുകൊണ്ട് ഈ മാക്സിമം നമുക്ക് മഴവെള്ളത്തിന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഈ കാണുന്ന ഡോർ ഫ്രെയിം നോക്കാം. ഇത് പൂർണ്ണമായിട്ട് മെറ്റലിലല്ല, ഈ ഒരു പോർഷൻ മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത്. കാണാൻ പറ്റും ഈ ഒരു കളർ ഡിഫറൻസ്. ഓക്കെ, ബാക്കി വരുന്നത് നമ്മളെ അലൂമിനിയത്തിൽ വരുന്ന വലിയ ഡോറുകളാണ്. അലൂമിനിയം പ്ലസ് ടഫൻ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഡോറുകൾ ചെയ്തിട്ടുള്ളത്. ഡോർ അത്യാവശ്യം സൈസിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ലൈറ്റുകൾ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വലിയ കേർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അകത്തേക്കൊന്ന് കയറി നോക്കാം ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഒരു വലിയ റിസോർട്ട് ഒരു ഫീൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ ഒരു റൂം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. സാധാരണ രീതിയിൽ ഒരു കോട്ടേജുകൾ അല്ലെങ്കിൽ എ ഫ്രെയിമിലൊക്കെ നമുക്ക് സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കും. കാരണം അത്രയും പരിമിതിയുള്ള സൈസിലാണ് ഇത് ചെയ്തിരിക്കുക. ഇവിടെ ഏകദേശം 5 മീറ്റർ ബൈ 4 മീറ്റർ സൈസുള്ള വലിയൊരു റൂം തന്നെ അല്ലെങ്കിൽ വലിയൊരു സ്പേസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത്രയും വലിയ എ ഫ്രെയിം കൊടുക്കുമ്പോൾ നമുക്ക് അകത്ത് മാക്സിമം സ്പേസ് കിട്ടി. അപ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ മാക്സിമം ഹൈറ്റ് വരും എന്നുള്ളതാണ്. ഹൈറ്റ് വരുന്നത് കൊണ്ടുള്ള ഒരുപാട് നമുക്ക് അത്രയും കോസ്റ്റ് കൂടുകയും ചെയ്യും. പക്ഷേ ഈ ഹൈറ്റിനെ അഡ്വാൻറ്റേജ് ചെയ്തിട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഒരു കിഡ്സിനുള്ള ഡെക്കായിട്ട് ഈ ഒരു ബാത്റൂമിൻ്റെ ടോപ്പ് ഭാഗം ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിലെ അഡ്വാൻറ്റേജ്. അത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബാത്റൂമിൻ്റെ മേൽഭാഗം ഉപയോഗിക്കാനും പറ്റി, അതുപോലെ തന്നെ ഈ ഒരു ഹൈറ്റിൻ്റെ യൂട്ടിലൈസ് ചെയ്യാനും പറ്റി. മാക്സിമം ചൂട് കുറക്കാൻ ഉള്ള ഒരു ഐഡിയ കൂടിയാണ്. ഈ ഒരു പ്രദേശം തണുപ്പുള്ള ഒരു പ്രദേശമാണെങ്കിൽ കൂടി ഈ കുന്നിൻ ചെരുവിലൊക്കെ ചൂട് കൂടാനും ചാൻസ് ഉണ്ട്. മറ്റൊരു കാരണം ഈ ഒരു ഭാഗത്ത് വരുന്ന ഗ്ലാസ്സുകളൊക്കെ വലിയ ഗ്ലാസ്സുകളൊക്കെ വരുമ്പോൾ ചൂട് കൂടുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ അവിടെ വരുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീലിംഗ് ഓടൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുകയാണ് ഈ ഒരു ഭാഗങ്ങളെല്ലാം. അപ്പോൾ കർട്ടൻ കൊടുത്ത് നമുക്ക് ലൈറ്റിനെ മാക്സിമം കവർ ചെയ്യാം. പക്ഷേ ടോപ്പിൽ നിന്നുള്ള ലൈറ്റ് നമുക്ക് മേലേ കർട്ടൻ കൊടുത്തിട്ട് ചെയ്യാം. പക്ഷേ ഒരു ഈവനിങ് വൈബ് കിട്ടണമെങ്കിൽ അവിടെ ഓപ്പൺ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫ്ലോറിംഗ് ടൈല് ഒരു ഗ്രേ കളർ ആംബിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നു. ഫുൾ ബോഡിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നല്ല PVC ബോർഡിൽ ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള പാൻട്രി യൂണിറ്റും ഇവിടെ ചെയ്തിട്ടുണ്ട്. വോളിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഏരിയയിൽ വരുന്ന നമ്മൾ മുമ്പ് ഇവിടുത്തെ ഒരു കോട്ടേജ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ബ്രിക്കിലായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതേ ഐഡിയ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ക്ലാഡിംഗ് സ്റ്റോൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അകത്ത് വന്നിരിക്കുന്നത് AAC ബ്ലോക്കാണ്. മാക്സിമം വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് AAC ബ്ലോക്ക് സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ കാണുന്ന രീതിയിലുള്ള ക്ലാഡിംഗ് സ്റ്റോൺ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. മെറ്റൽ സ്ട്രക്ചറിൻ്റെ കൂടെ എ ഫ്രെയിം പ്ലസ് ഇതുപോലുള്ള ക്ലാഡിംഗ് സ്റ്റോൺ പ്ലസ് ഈ കാണുന്ന റൂഫ് ടൈല് ഇൻസൈഡിലും ഔട്ട്സൈഡിലും ഇത്രയാണ് വന്നിട്ടുള്ളത്. ഇവിടെയുള്ള ഒരു റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൽ പ്രധാനമായിട്ട് കാണുന്നത് ഈ ഒരു ബെഡ് കോട്ടാണ്. ബെഡ് കോട്ടിൽ ഹെഡ് ബോർഡിനെ പൂർണ്ണമായിട്ട് വുഡൻ ഐഡിയ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബെഡ് കോട്ടിനെ മാക്സിമം ബ്യൂട്ടിഫുൾ ആക്കാൻ വരെ ശ്രമിച്ചിട്ടുണ്ട്. കാൻഡിലിവർ ഐഡിയ തന്നെയാണ് ബെഡിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഫുൾ സൈസ് മിറർ വരുന്നതിന് വേണ്ടിയിട്ട് സഹായകമായിട്ടുണ്ട്. ഡബിൾ ആക്കിയിട്ടാണ് ഈ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ഫാമിലിക്ക് അടിപൊളിയായിട്ട് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലസ് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇതുപോലുള്ള ഏരിയകളിലൊക്കെ റിസോർട്ടുകളൊക്കെ ആകുമ്പോൾ അതൊക്കെ നിർബന്ധം തന്നെയാണല്ലോ. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എ ഫ്രെയിമിൽ നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ പറ്റുമോ, ഇതുപോലെ വീടാക്കാൻ പറ്റുമോ വെച്ചാൽ അത് നിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലരും നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള TV ഏരിയകൾ, കൂടുതലായിട്ടുള്ള ഫെസിലിറ്റീസ്, കൂടുതൽ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫ്രെയിം നിർമ്മിക്കാൻ പറ്റുമോ വെച്ചാൽ അതിൻ്റെ സൈസ് ഏന്ന് മാറിയിട്ട് നമ്മൾ എമ്മോ അല്ലെങ്കിൽ കൂടുതൽ സ്പേസ് ഉള്ള ഒരു ഡിസൈനിലേക്ക് മാറ്റേണ്ടി വരും. അങ്ങനെയാണ് അതൊരു വീട് ആകുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു ഓഫീസ് പർപ്പസിനുള്ള കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എ ഫ്രെയിമിൽ നമുക്ക് വീടുണ്ടാക്കാം, പക്ഷേ മാക്സിമം ചിലവ് അല്ലെങ്കിൽ ചെറുതായിരിക്കും സൗകര്യങ്ങൾ. എ ഫ്രെയിമിനും അപ്പുറം നമുക്ക് ഇതുപോലെ സ്റ്റേക്കൊക്കെയാണ് കൂടുതൽ ആപ്റ്റ് ആകുന്നത്. എ ഫ്രെയിം സ്ട്രക്ചറുകൾ വീടാകുമ്പോൾ അതൊരു സ്ക്വയറായിട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഡിസൈൻ ചെയ്യുന്ന ഐഡിയകളിലേക്കൊക്കെ മാറ്റാം. പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ഐഡിയസ് നമ്മുടെ പേജിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നത് ഈ ഒരു കോട്ടേജിൻ്റെ ഈ ഒരു ഐഡിയ പരിചയപ്പെടുത്താനായിരുന്നു. സ്പെഷ്യലായിട്ടുള്ള ഐഡിയ ആണ്. എ ഫ്രെയിമിനും അപ്പുറം ഡബിൾ എ ഫ്രെയിം. ഞാനിതിനെ എം ഫ്രെയിം എന്ന് പറയാനിരിക്കുകയായിരുന്നു, പക്ഷേ ഒരിക്കലും ഒരു എമ്മിലേക്ക് ഇത് കിട്ടുന്നില്ല, കാരണം സെൻറ്ററിൽ ഒരു ബ്രിഡ്ജും കൂടെ വന്നത് കൊണ്ടാണ്. ഇനി ഇവിടെ സ്പെഷ്യലായിട്ട് ചെറിയൊരു കോട്ടേജ് ഉണ്ട്. നമുക്ക് അതും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഐഡിയ തന്നെയാണ്, അതും കൂടെ ഒന്ന് കാണാം. നമ്മളിനി പറയാൻ പോകുന്നത് വുഡൻ കോട്ടേജിനെ കുറിച്ചാണ്. വുഡൻ കോട്ടേജുകൾ എന്ന് പറഞ്ഞാൽ മെറ്റൽ സ്ട്രക്ചറിൽ നിർമ്മിച്ച് അത് വുഡാക്കി മാറ്റുക, അല്ലെങ്കിൽ ഇതുപോലെ വുഡൻ പ്ലാങ്ക്സ് യൂസ് ചെയ്തിട്ട് കോട്ടേജുകൾ ഉണ്ടാക്കുക എന്നുള്ള കൺസെപ്റ്റ്. അതും നമ്മളുള്ളത് ഈ ഒരു റിസോർട്ടിനകത്തുള്ള ഒരു കോട്ടേജ് ഐഡിയ തന്നെയാണ്. വീടിന് പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്കിതുപോലുള്ള കോട്ടേജ് സ്റ്റേക്ക് തന്നെയാണ് അനുയോജ്യമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള മെറ്റൽ സ്ട്രക്ചർ തന്നെയാണ്, ഐ ബീമിലാണ് ഇത് നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഈ നിൽക്കുന്നതിനെ നമുക്ക് ഒരു പാർട്ടീഷൻ അല്ലെങ്കിൽ കവറിങ്ങിന് വേണ്ടിയിട്ട് സാധാരണ ബ്ലോക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം എക്സ്ട്രാ വരുന്ന ഇതുപോലുള്ള പാനലുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതൊരു അത്ഭുതം തന്നെയാണെന്ന് പറയണം, കാരണം സാധാരണ ചുമരുകൾക്ക് അപ്പുറം ഫുള്ള് വുഡ്. ഈ ഒരു സ്റ്റേ മുഴുവനായിട്ട് വുഡ് കൊണ്ടാണ് പണിതിരിക്കുന്നത് എന്ന് പറയണം. കാരണം ഹെഡ് ബോർഡ് ഓൾറെഡി വുഡാണ്, അതുകൂടാതെ വാൾസ് എല്ലാം വുഡാണ്, അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വുഡ്. അപ്പോൾ ഈ വുഡ് ഏതാണെന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് തോന്നിയേക്കാം. ഈ കാണുന്ന വുഡ് തേക്കോ വീട്ടിയോ മഹാഗണിയോ ഒന്നുമല്ല, ഇത് ചീനിയാണ്. ചീനി എന്ന് പറഞ്ഞ മരം അറബി ചീനി എന്ന് പറയുന്ന മരമാണ്. അതിൽ തന്നെ നല്ല കാതലുള്ളത് നോക്കി സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഓണർ പർച്ചേസ് ചെയ്ത് അവരെന്നെ ചെയ്ത ഐഡിയ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വരുന്ന മെയിനായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബെഡ് തന്നെയാണ്. ഈ ബെഡ് സാധാരണ ഒരു ഫാമിലിക്ക് താമസിക്കാവുന്ന ഒരു സ്പേസേ ഉള്ളൂ. ഇത് നേരത്തെ കണ്ടതുപോലെ വലിയ റൂമല്ല, എന്നാലും ഒരു ഫ്രെയിം ഒരു സാധാരണ ചെറിയൊരു എ ഫ്രെയിം ആണെന്ന് വെച്ചാൽ ഒരു വീട് എന്നുള്ള ഒരു കൺസെപ്റ്റ് അത്രയേ ഉള്ളൂ ഇതിനകത്ത് വരുന്നത്. എന്നാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡോറുകളൊക്കെ നല്ല സെക്യൂർഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഡബിൾ സൈഡിലാണ് ഇതിന് വുഡിൻ്റെ പ്ലങ്സ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു മെയിൻ പോർഷനിൽ വരുന്ന വുഡൊക്കെ തിക്ക് കൂടിയ അല്ലെങ്കിൽ കട്ടി കൂടിയ വുഡാണ്. അതുമാത്രമല്ല തമ്മിലൊരു കണക്ഷൻ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഊരിപ്പോരുന്ന ഒരു സിസ്റ്റത്തിലല്ല ഇതൊക്കെ ഒന്നും കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് പാൻട്രി ഏരിയ, ചെറിയൊരു പാൻട്രിയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ അപ്പർ യൂണിറ്റും ഉണ്ട്, അതുപോലെ ലോവർ യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡ് എന്ന് അറിയപ്പെടുന്ന PVC-യിലാണ്. കൗണ്ടർ ടോപ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഫുൾ ബോഡി ടൈലാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു കോട്ടേജിലെ കാഴ്ചകൾ. പിന്നെ സാധാരണ ഉണ്ടാകുന്ന പോലെ TV യൂണിറ്റ് വന്നിട്ടുണ്ട്. ഫ്ലോറും വുഡാണ് വന്നിരുന്നത്. കംപ്ലീറ്റ് വുഡൻ ഏരിയയാണ്. ഒരു മനോഹരമായിട്ടുള്ള ഭവനം എന്ന് പറയുന്ന വരെ ഒരു റിസോർട്ട് തന്നെയാണ്. ഷെരീഫ് കയുടെ സ്വന്തം റിസോർട്ട് കക്കടംപോയിൽ അല്ലേ, ക്ലൗഡ് റിസോർട്ട്. നമ്മൾ 2 വർഷം മുമ്പ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന സ്ട്രക്ചർ നമ്മൾ ചെയ്തു. അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പലരും അത് എ ഫ്രെയിം സ്ട്രക്ചറിലേക്കൊക്കെ ഇപ്പൊ ഒരുപാട് എ ഫ്രെയിം വന്നു, പുതിയ ട്രെൻഡാണ്. അപ്പൊ നമ്മൾ എ ഫ്രെയിം ഒന്നും വിട്ട് ഇപ്പൊ ഡബിൾ എ ഫ്രെയിമിലേക്ക് ചാടി. നമ്മളല്ലാതെ വേറെ ആരും ചാടും. എന്തായാലും ഒരു ചേഞ്ച് വേണമല്ലോ. അതെ, നമ്മള് എല്ലാവരും ചെയ്യുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് വേണം. അതെ അതെ തീർച്ചയായിട്ടും. മാത്രമല്ല പിന്നെ നമ്മൾ കൂടുതൽ ആളുകൾക്ക് അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതെ. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു സൗകര്യം എന്ന് വെച്ചാൽ സാധാരണ എ ഫ്രെയിമിൽ അതിൻ്റെ താഴ്ഭാഗം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, നേരെ ഗാർഡനിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കായി. പക്ഷെ ഇവിടെ നേരെ ഒരു ഡെക്കായി മാറി അല്ലേ, അത് നല്ല സൗകര്യം വന്നു. ശരിക്കും നമ്മൾ മനഃപൂർവ്വം ചെയ്തതാണ്. മനഃപൂർവ്വം, അതായത് കുട്ടികൾക്ക് വലിയവരാണെങ്കിലും കൂടുതൽ ഗസ്റ്റ് പുറത്തിരിക്കാനാണ് ആഗ്രഹിക്കുക. ക്ലൈമറ്റിൽ പുറത്തിരിക്കാനാണ് ആഗ്രഹിക്കുക. അപ്പോൾ അത് മനഃപൂർവ്വം അങ്ങനെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. ആണല്ലേ. ഓക്കെ. ഇപ്പോൾ ഇതിൽ ഒരു അത്ഭുതം എനിക്ക് തോന്നിയത് ഈ എ ഫ്രെയിമിന്റെ ഈ ഒരു സൈസാണ്. ഇത്ര ഹൈറ്റിലേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള സ്പേസ് കിട്ടും അല്ലേ? അതെ. നമ്മൾ പിന്നെ ഇത് 11 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. 11 മീറ്റർ നല്ല ഹൈറ്റാണ്. പക്ഷേ അത് ഈ 11 മീറ്റർ കൊടുക്കാനുള്ളൊരു കാരണം റൂമിൻ്റെ ഉള്ളിലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 4-5 സ്പേസ് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, റൂം സൈസ് വരുന്നുണ്ട്. അത്രയും സൗകര്യമുണ്ട്. പിന്നെ ഡക്കുണ്ട്, അതുപോലെ ഒരു ഓപ്പൺ ഡക്ക്, മുകളിലൊരു ഡക്കും വരുന്നുണ്ട്, കിഡ്സ് ഡക്ക് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. എന്നാലും നമ്മളിപ്പോൾ ഒരു റിസോർട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻറ്റ് എത്രത്തോളം ഇതിൽ ആളുകൾ വന്ന് നിൽക്കുകയാണല്ലോ, എത്രത്തോളം ഇത് വെയിറ്റ് താങ്ങുന്നുള്ളതിനെ കുറിച്ച് വല്ല സ്റ്റഡി ചെയ്തു? 100% നമ്മൾ പഠിച്ച് സ്ട്രക്ചറൽ എഞ്ചിനീയറിങ് പിന്നെ പഠിച്ച് വിലയിരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ പുറമെ നമ്മളിത് ട്രയലായിട്ട് ഒരു 70 ആളുകളോ 70-ലധികം ആളുകളെ കൊണ്ടുവന്ന് നമ്മളിതിൽ
നിർത്തി പരീക്ഷിച്ചിട്ടുണ്ട്. കാരണം മനുഷ്യന്റെ ജീവന്റെ കാര്യമില്ല, നമ്മൾ ഒരു പരീക്ഷണത്തിന് പറ്റില്ല. അപ്പൊ അത് 100% ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഞാനിപ്പോ ഇതൊക്കെ കണ്ടു. നമ്മൾ മുമ്പ് നമ്മളെ ആർക്കിടെക്ട് പറഞ്ഞു തന്നെ ഇതിന് താഴെ വരുന്നത് അന്ന് മെറ്റൽ തന്നെയായിരുന്നു. അതെ, ഡെക്കിംഗ് ഷീറ്റും കോൺക്രീറ്റും. അതെ, അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ ഇതിനകത്ത് എന്താണ് ചെയ്തത്? ഇത് നമ്മൾ അതിൽ നിന്ന് മാറി. കാരണം നമുക്ക് മെയിനായിട്ട് സ്ട്രക്ചറിൽ ഉള്ള വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കൺസെപ്റ്റ് മാറ്റിയിട്ട് നമ്മൾ 18 mm സിമെന്റ് ബോർഡ്, വാട്ടർ പ്രൂഫ് സിമെന്റ് ബോർഡ്, അതിന്റെ മുകളിൽ ഗമ്മിൽ ടൈല് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നല്ല വെയിറ്റിന്റെ കുറവ് വരും. പിന്നെ ഈ ഒരു സൗണ്ടും കിട്ടും, ഒരു ഫീൽ ഉണ്ടാവും. ഒരു മെറ്റലിൽ ചവിട്ടിയ ഫീലില്ല, അതാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ റിസോർട്ടുകൾ ഏകദേശം എത്ര ഉണ്ട് ഇവിടെ കോട്ടേജസ്? ഇപ്പൊ ടോട്ടൽ 8 റൂംസ് വന്നു. അപ്പോൾ ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. കക്കാടംപൊയിൽ എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിപ്പോ, വയനാട് പോലെ തന്നെ. ആ ഒരു ക്ലൈമറ്റ് അത് വേറെ തന്നെയാണ്, നല്ല ക്ലൈമറ്റ്. ശരിക്കും പറഞ്ഞാൽ വയനാട്ടിനേക്കാളും നല്ല ക്ലൈമറ്റ്. അതുമാത്രമല്ല, ഈ കോട്ടേജാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത്. ഞങ്ങളെ കോട്ടേജുകളിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. കാരണം ഒരു വലുപ്പവും അതിന്റെ ഒരു സ്പേഷ്യസ്, എന്താ പറയാ, ഒരു അട്രാക്റ്റീവ് തന്നെയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിന്റെ കൂടെ ഇവിടെ താമസിക്കാൻ ആഗ്രഹമുള്ള വീഡിയോ കണ്ടിട്ട് ഞാൻ നമ്പർ കൊടുക്കട്ടെ? ഓ, തീർച്ചയായിട്ടും കൊടുത്തോളൂ. ഓക്കെ, നമ്മളെ ആവശ്യമാണല്ലോ. ഈ എ ഫ്രെയിമിന്റെ കൂടെ തന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് കണ്ടു അല്ലേ? ഇങ്ങനെ ബ്രിഡ്ജിന്റെ ആശയം എങ്ങനെ വന്നു? അത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏക്കോട്ടെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ആളുകളെ ഒന്നിച്ച് താമസിപ്പിക്കാൻ പറ്റിയൊരു കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതെ അതെ. അപ്പോൾ അന്നേരം നമ്മൾ റിസപ്ഷനിൽ റെസ്റ്റോറൻറ്റിലേക്കൊക്കെ പോകുന്നതിന് പകരം ഇവിടെ തന്നെ ഫുഡൊക്കെ സെർവ് ചെയ്യുക, അതുപോലെ തന്നെ ജസ്റ്റ് ഇരുന്നൊരു റിലാക്സ് ചെയ്യാൻ പറ്റും കൂടെ. നല്ലൊരു വ്യൂ ഉണ്ടല്ലോ, ഒരു ബ്രിഡ്ജിൽ നിന്ന് ഇങ്ങോട്ട് നല്ലൊരു വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഫുഡ് സെർവ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഈ രണ്ട് മെറ്റൽ സെക്ഷനും തമ്മിൽ കണക്ഷൻ ആണ്. തീർച്ചയായിട്ടും. പിന്നെ ഇവിടെയുള്ള കൂടുതൽ കാര്യങ്ങളും നമ്മൾ നിലത്തുനിന്ന് ഇങ്ങനെ മെറ്റലിൽ തന്നെയാണ് പൊക്കിയെടുത്തത്. 100%. അവിടെ ഒരു ബ്രിഡ്ജ് കണ്ടല്ലോ, അപ്പുറത്തല്ലേ? അത് ഇവിടെ ഉള്ള കസ്റ്റമേഴ്സിനുള്ള ഒരു പരാതിയായിരുന്നു, വ്യൂ കാണാനുള്ള ഒരു പോയിന്റ് ഇല്ല. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൺസെപ്റ്റ് ഒരു കസ്റ്റമേഴ്സിന്റെ അടുത്തുള്ള ഫീഡ്ബാക്ക് എന്ന് വന്നൊരു പ്ലാനാണ്, ആശയമാണ്. അടിപൊളിയായിട്ടുണ്ട്. അത് എല്ലാവർക്കും ഇപ്പൊ ഫുൾ ടൈം ആളുകൾ അവിടെ ഇരിക്കും. അവിടെ ഉണ്ടല്ലേ? നിങ്ങൾക്ക് തോന്നുന്നു നമുക്കൊരു എ ഫ്രെയിം വീട് ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ സ്ട്രക്ചർ ഉണ്ടാക്കിയാലോന്നോ അത് കോസ്റ്റ്ലി ആണോ എന്നൊക്കെ തോന്നാറില്ലേ? എന്നാൽ ആക്ച്വലി നമ്മൾ സാധാരണ ഒരു വീട് ഉണ്ടാക്കുന്ന തറയിലുണ്ടാക്കുന്ന കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കോസ്റ്റ്ലി തന്നെയാണ്. പക്ഷേ നല്ല നിരപ്പായ സ്ഥലത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത്ര കോസ്റ്റ്ലി അല്ല താനും. എന്നാൽ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു കോസ്റ്റ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. ഇതിന് എത്ര ആയി എന്ന് ചോദിക്കുമല്ലോ. ഇതിന് ഏകദേശം ഒരു 46 ലക്ഷം രൂപയോളം ഈ ഒരു ഏരിയക്ക് വന്നിട്ടുണ്ട്. ഇതൊരു മലമ്പ്രദേശമാണ്. അങ്ങനെയുള്ള ടോട്ടൽ കോസ്റ്റാണ് അത് കണക്കാക്കേണ്ടത്. എന്നാലും നമുക്കൊരു 10-20 ലക്ഷത്തിനുള്ളിലൊക്കെ ഒരു എ ഫ്രെയിം സ്ട്രക്ചർ ഉണ്ടാക്കാൻ നല്ല ഒരു സ്ഥലമൊക്കെ കിട്ടുകയാണെങ്കിൽ കേട്ടോ. പിന്നെ അതിലുള്ള സൗകര്യങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സ് കൂട്ടും തോറും അത് ചിലവ് കൂടിക്കൂടി വരും. നമ്മളുള്ളത് കക്കാടംപൊയിലെ ക്ലൗഡ് ആൻഡ് റിസോർട്ടിലാണ്. വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മുടെ ചാനലിലുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സജസ്റ്റും ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനലിൽ കാണാൻ മറക്കണ്ട. ബൈ.